നമസ്കാരം. പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. സംസ്ഥാനം ഇന്നു മുതൽ സമ്പൂർണ്ണ ലോക്ഡൌണിലേക്ക്. ലോകത്തെ വിറപ്പിക്കുന്ന കൊറോണ വൈറസ് സാന്നിധ്യം കേരളത്തിലും. ചൈനയിൽ നിന്നെത്തിയ മലയാളി വിദ്യാർത്ഥിക്ക് കൊറോണ സ്ഥിരീകരിച്ചതോടെ മലയാളികൾ കൂടുതൽ ആശങ്കയിൽ. സംസ്ഥാനത്ത് ഇന്ന് 64,320 പേർ നിരീക്ഷണത്തിൽ. പൊതുഗതാഗതം നിർത്തും, അതിർത്തികൾ അടച്ചിടും. സംസ്ഥാനത്ത് പ്രഖ്യാപിച്ച ലോക്ഡൌണിനോട് കേരള ജനത പൂർണ്ണമായും സഹകരിക്കണമെന്നും ജാഗ്രത പാലിക്കണമെന്നും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. ഇതോടെ കേരളത്തിലെ ജനജീവിതം മാറുന്നു. സംസ്ഥാനത്ത് രണ്ടാം ഘട്ട കോവിഡ് വ്യാപനത്തെ തുടർന്ന് ലോക്ഡൌൺ കർശനമാക്കിയിരിക്കുന്നു. ശക്തമായ നിയന്ത്രണ മാർഗരേഖകൾ കൊണ്ടുവരാനൊരുങ്ങി സംസ്ഥാന സർക്കാർ. മരണസംഖ്യയും ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റും ഉയരുന്ന സാഹചര്യത്തിലും കൊറോണ വൈറസിനോട് ജാഗ്രതയോടെ പോരാടി കേരള ജനത. അതെ, ഭയമല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേരളം വീണ്ടും കൊറോണ ഭീതിയിൽ. സംസ്ഥാനത്ത് ഇത്രയേറെ നിയന്ത്രണങ്ങളും മാർഗനിർദ്ദേശങ്ങളും കൊണ്ടുവന്നെങ്കിലും സംസ്ഥാനത്ത് കൊറോണ വൈറസ് പടർന്നു കയറുകയാണ്. ജനങ്ങളുടെ ശ്രദ്ധക്കുറവാണ് ഇതിന്റെ കാരണമെന്ന് ആരോഗ്യവകുപ്പ് ആരോപിച്ചു. ഇത്തരം സാഹചര്യത്തിൽ ജനങ്ങളോട് പറയാൻ ഒന്നു മാത്രം: ജാഗ്രത എന്നതിനർത്ഥം ജീവന്റെ വില എന്നുകൂടിയുണ്ട്.